വെൽക്കം ടു അനദർ വ്ളോഗ്. ഞാൻ അലോഷിയോട് ചപ്പലിട്ട് വരാമെന്ന് പറഞ്ഞ് പറ്റിച്ച് പുറത്തിറങ്ങി. പാവം പയ്യൻ. ഇന്ന് ഒരു നൈറ്റ് ഡ്രൈവിനായിട്ട് സീലാൻഡ് ബീച്ചിലേക്ക് പോവുകയാണ്. വൈകുന്നേരത്തെ ഓഫീസ് വിടുന്ന ടൈമാണ്. റോഡിലൊക്കെ നല്ല തിരക്കുണ്ട്. ഞാൻ സിബ അഹമ്മദൽ കോറിഡോറിലൂടെയാണ് പോകുന്നത്. എൻ്റെ നാക്ക് നല്ല രീതിയിൽ വഴുതുന്നുണ്ട്. എൻ്റെ തൊണ്ടയ്ക്ക് നല്ല സുഖമില്ല. അപ്പോൾ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഞാൻ ചിലപ്പോൾ വർത്താനം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് വരും. ഞാൻ സിബ അഹമ്മദൽ കോറിഡോറിലൂടെയാണ് പോകുന്നത്. അങ്ങ് വക്രയിലേക്ക് എത്തിച്ചേർന്നു. ഒരു 40 മിനിറ്റ് ഡ്രൈവ് ചെയ്യണം എൻ്റെ വീട്ടിൽ നിന്നും. ഞാനങ്ങനെ മിസൈദിലെത്തി. പണ്ട് മിസൈദിൽ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വലിയ ട്രിപ്പ് പോലെയായിരുന്നു. എന്നാൽ ഇപ്പോഴൊക്കെ വന്നിട്ട് ഒരു കാഷ്വൽ ഡ്രൈവ് പോലെയായി. ഞാൻ എന്നിലുള്ള ഗായകനെ ഒന്നും കൂടെ ഒന്ന് പുറത്തേക്ക് ഇറക്കി വിട്ടു. എന്തോ നീ മോഹിക്ക്, ആർക്കു വേണ്ടിയല്ല നിനക്ക് വേണ്ടി ജീവിക്ക്, സ്വന്തം സുഖത്തിനു വേണ്ടി അവൻ ദ്രോഹിക്ക്, ഗണ്ണമുണ്ട് മാറി നിന്നു നിരോധിക്ക്. ഇസൈദ് ടൗൺഷിപ്പിൽ നിന്നും ഒരു 10 മിനിറ്റ് ഡ്രൈവ് ചെയ്താൽ സീലാൻഡ് ബീച്ചിലെത്തും. ഞാൻ അങ്ങനെ വുക്കൂത്ത് പെട്രോൾ പമ്പിലെത്തി. ഇത് സീലാൻഡിന്റെ ലാസ്റ്റ് വുക്കൂത്ത് പെട്രോൾ പമ്പാണ്. ഞങ്ങൾ ഇവിടാണ് സ്ഥിരമായിട്ട് ഡെസേർട്ട് ഡ്രൈവിന് മീറ്റ് ചെയ്യുന്ന പോയിന്റ്. ഞാനങ്ങനെ എൻ്റെ ടയറൊക്കെ ഡിഫ്ലേറ്റ് ചെയ്യാൻ തുടങ്ങി. മുൻവശത്ത് 15 PSIയും പിൻവശത്ത് 18 PSIയുമാണ് ഞാൻ സ്ഥിരമായി വെക്കാറുള്ളത്. ശബരീഷ് ഫ്ലാഗ് പോളൊക്കെ ഞാൻ ഡീഫ്ലേറ്റ് ചെയ്ത ഗ്യാപ്പിൽ എടുത്തു വെച്ചു. ഒരു ആണി എൻ്റെ ടയറിൽ കുത്തിക്കേറിയിരിക്കുന്നത് കണ്ടു. ഇതാണ് ശബരീഷ്, എൻ്റെ സ്ഥിരം കോപ്പൈലറ്റ്. ഞാൻ ദൈവത്തിനോടൊക്കെ പ്രാർത്ഥിച്ച് ഒരു കുരിശും വരച്ച് വണ്ടിയെടുത്തു. ഡെസേർട്ട് ഡ്രൈവിനൊക്കെ പോകുമ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുന്നത് നല്ലതായിരിക്കും. ഏത് കോലത്തിൽ തിരിച്ച് വീട്ടിൽ വരുമെന്ന് പറയാൻ പറ്റൂല. ഞാൻ ബിസ്മോനൊരു ചെറിയ ബ്രീഫിംഗ് ഒക്കെ കൊടുത്തു. പിന്നെ നേരെ ഡൂണിലേക്ക് വലിഞ്ഞു കയറി. അവൻ പറഞ്ഞ പോലെ തന്നെ ചെയ്തു. അവനെ ഇടയ്ക്ക് ലോസ്റ്റായി. അങ്ങനെ അവനെ തപ്പി പിന്നെ ഞാൻ ഒരു സർക്കിൾ അടിച്ചു വന്നു. കൊച്ചു കള്ളൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഞാനങ്ങനെ മുമ്പോട്ടേക്ക് നീങ്ങി. ഇന്ന് നല്ലൊരു കാലാവസ്ഥയാണ്. പക്ഷെ ഈ ഭാഗത്ത് ഞാൻ കുറച്ച് നാൾക്ക് ശേഷമാണ് വരുന്നത്. നിങ്ങൾക്ക് ഈ കുലുക്കം കണ്ടാൽ തന്നെ അറിയാം. നല്ല രീതിയിൽ വണ്ടി ഈ വഴി പോയിട്ടുണ്ട്. അതുകൊണ്ട് നല്ലൊരു ഡ്രൈവ് അല്ലായിരിക്കും. ഞാനങ്ങനെ നല്ല മണലാരണ്യം തേടി യാത്രയായി. നല്ല കമ്മ്യൂണിക്കേഷൻ വേണം ഡെസേർട്ട് ഡ്രൈവ് നടത്തുമ്പോൾ. അതിന് വോക്കി ടോക്കി നിർബന്ധമാണ്. പക്ഷെ ഭാഗ്യമെന്ന് പറയട്ടെ, ബിസ്മോന്റെ കയ്യിൽ അത് ഇല്ല. ഞാൻ പലതവണയായി അവനോട് പറയാറുണ്ട്. അവൻ ഈ വ്ളോഗ് കണ്ടിട്ടെങ്കിലും മേടിക്കുമെന്ന് കരുതുന്നു. ഞാൻ ദൂരെ 3 ബഗ്ഗി പോകുന്നത് കണ്ടു. അവരുടെ പിന്നാലെ കുറച്ചു നേരം വെച്ചു പിടിച്ചു. ഈ ഏരിയ മൊത്തം കുണ്ടും കുഴിയുമാണ്. ആരോ കപ്പ തടാൻ വേണ്ടി കുഴിയെടുത്ത മാതിരി. അങ്ങനെ ഞാൻ ആ എഡ്ജ് പിടിച്ച് അങ്ങനെ മുമ്പോട്ടേക്ക് പോയി. ഇന്ന് നല്ല കാലാവസ്ഥയായതുകൊണ്ട് നല്ല ഒരു ഡ്രൈവാണ്. ഈ കുണ്ടും കുഴിയൊന്നും കാര്യമാക്കാതെ ഞാൻ മുമ്പോട്ടേക്ക് പോയി. ഡെസേർട്ട് ഡ്രൈവിംഗ് ഒരു ഫണ്ണാണ്. പക്ഷെ അത് ഫൺ ആകണമെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ഇതൊന്ന് പഠിച്ചെടുക്കണം. അതിന് നല്ലൊരു ക്ലബിൽ പോയി ജോയിൻ ചെയ്യണം. ഡാൻസ് ക്ലബ് അല്ല, നല്ലൊരു ഡ്രൈവിംഗ് ക്ലബിൽ. ഞാൻ പോയി ജോയിൻ ചെയ്തത് ഡൂൺ റൈഡേഴ്സ് ക്ലബിലായിരുന്നു, അഥവാ DRC. ഞാൻ ഏകദേശം 1 വർഷം അവിടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇന്റർമീഡിയറ്റിലേക്ക് ഞാൻ പോയില്ല. അങ്ങനെ ഞാൻ ഒരു കുത്തനെയുള്ള ഇറക്കമൊക്കെ ഇറങ്ങി. സ്റ്റിയറിംഗ് സ്ട്രെയിറ്റ് ആയി പിടിച്ചു വേണം ഇത് ഇറങ്ങാൻ. ദൂരെ പാരാഗ്ലൈഡിംഗ് ചെയ്യുന്ന ആളുകളെ ഞാൻ കണ്ടു. ബിസ്മോൻ ഉടൻ തന്നെ വിളിച്ച് അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ വണ്ടിയൊക്കെ നിർത്തി ആ കാഴ്ച കണ്ട് അങ്ങനെ നിന്നു. ദൂരെ നോക്കിയപ്പോൾ സ്റ്റോപ്പ് എന്ന് പറഞ്ഞ വ്യക്തി അവിടെ സ്റ്റക്കായി. ഞാൻ അവിടെ കുറച്ചു നേരം ഒന്ന് നിന്നു. അവന്റെ സ്കില്ലൊന്ന് എനിക്ക് കാണണം. പയ്യൻ തന്നെ വണ്ടി എടുത്തുകൊണ്ട് അടുത്തു വന്നു. ഇൻലാൻഡ് വരെ പോണോ നിനക്ക്? എനിക്ക് ഈ വഴി അറിഞ്ഞൂടാ. അങ്ങനെ നിരപ്പായിട്ടുള്ള സ്ഥലത്ത് ഇറങ്ങണം. ഇതാണ് ബിസ്മോൻ. ബിസ്മോന്റെ കൂടെ സെബിൻ വന്നിട്ടുണ്ട്. സെബിൻ ഞങ്ങളുടെ കമ്പനിയിൽ തന്നെ ലൈറ്റ് മെയിൻ്റനൻസിൽ ജോലി ചെയ്യുകയാണ്. അങ്ങ് ട്രിവാൻഡ്രത്താണ് സെബിന്റെ വീട്. ഞങ്ങൾ ടീ ടൈമിൽ നിന്ന് കോഫി മേടിച്ചിരുന്നു. അതൊക്കെ കുടിച്ച് ആ ദൂരെയുള്ള കാഴ്ച കണ്ട് നിന്നു. കർത്ത ടൂറിസം തണുപ്പാകുമ്പോഴത്തേക്കും ടൂറിസ്റ്റുകളെ കൊണ്ട് ഇവിടെ വരാറുണ്ട്. അവരാണ് ആ പോകുന്നത്. ദൂരേന്ന് ആ മനോഹരമായ കാഴ്ച കണ്ട് ഞങ്ങൾ നിന്നു. ബിസ്മോന് എന്തൊക്കെയോ എന്നോട് പറഞ്ഞു. ഈ വഴി പോയി ആ വഴി കയറി ആ മലയിലേക്ക് കുത്തിച്ചാടുക. ബിസ്മോന് ഇൻലാൻഡ് സീയിൽ പോകണമെന്ന് നിർബന്ധം പിടിച്ചു. പയ്യൻ പറഞ്ഞതല്ലേ. ഞാൻ മൂളി.
അങ്ങനെ ഞാൻ അവൻ പറഞ്ഞ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിച്ച് ആ മലയിലേക്ക് കുത്തിക്കയറ്റി. പക്ഷേ ആ ഗ്യാപ്പിൽ ക്യാമറയുടെ സ്റ്റെബിലിറ്റി ഓൺ ചെയ്യാൻ മറന്നുപോയി. ഞാൻ എങ്ങനെയൊക്കെയോ അതിന് മേളിൽ കയറി. ആ മല കുത്തി കയറിയപ്പോഴേക്കാണ് ഒരു കാര്യം കണ്ടത്. പാരാഗ്ലൈഡിംഗ് ചെയ്യുന്ന ആളുകളുടെ സർക്കസ്. റഷ്യൻ സർക്കസിൽ മാത്രമാണ് ഞാനിത് കണ്ടിട്ടുള്ളത്. ഒരാൾ വേറൊരാളുടെ കാലിൽ തൂങ്ങി കിടക്കുന്നു. ഇതിന് പച്ച മലയാളത്തിൽ ഒരു വാക്ക് പറയും. ഞാനത് ഇവിടെ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. മല കുത്തി ഞാൻ കയറി, പക്ഷേ ബിസ്മോൻ കയറിയില്ല. ഞാനങ്ങനെ നേരെയുള്ള വഴിയിലൂടെ സീലൈനിലേക്ക് പോകാമെന്ന് ബിസ്മോനോട് പറഞ്ഞു. നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ കയറി ഇൻലാൻഡ് സീ എന്ന് സെർച്ച് ചെയ്താൽ ഒരു വഴി കാണിക്കും. ഇത് നിരപ്പായ ഒരു റോഡാണ്. ചില ഇടങ്ങളിലൊക്കെ ചെറിയ ചെറിയ മലകൾ കാണാം. പക്ഷെ നിങ്ങൾക്ക് സേഫായിട്ട് ഇൻലാൻഡ് സീയിൽ എത്തിച്ചേരാം. ഞാനങ്ങനെ ആ വഴിയിലൂടെ പോയി. നേരം ഏകദേശം ഇരുട്ടാറായി. ഞാൻ എൻ്റെ വണ്ടിയിലുള്ള ഓഫ് റോഡ് ലൈറ്റുകളൊക്കെ ഓൺ ചെയ്തു. ആ പ്രകാശത്തിൽ ഞാനങ്ങനെ വണ്ടി മുമ്പോട്ടേക്ക് ഓടിച്ചു. ഞങ്ങളങ്ങനെ ഇൻലാൻഡ് സീ ബീച്ചിലേക്ക് എത്തിച്ചേർന്നു. ഞാൻ എൻ്റെ ക്യാമറ നേരെ ബിസ്മോന്റെ മുഖത്തേക്ക് അടിച്ചു. ബിസ്മോന് നാണം കാരണം നിൽക്കാൻ പോലും പറ്റുന്നില്ല. ഞങ്ങളെല്ലാവരും അങ്ങനെ വർത്താനം പറഞ്ഞൊക്കെ നിന്നു. ഓഫീസിലെ കാര്യം തന്നെയായിരുന്നു മെയിൻ വിഷയം. പെട്ടെന്ന് ബിസ്മോന് ഒരു ഡൗട്ട് അടിച്ചു. ഇവിടെ നിന്നാൽ സൗദി ബോർഡർ കാണാൻ പറ്റുമോ എന്ന്. ശബരീഷ് പറഞ്ഞു, അപ്പുറത്തോട്ടൊന്ന് വാ, ഞാൻ കാണിച്ചു തരാമെന്ന്. സീ ലൈനിന്റെ ബ്യൂട്ടി അറിയണമെങ്കിൽ നിങ്ങൾ ഇൻലാൻഡ് സീ തന്നെ പോകണം. ഇതിനെ കോർ അൽ ഉദൈർ എന്നും വിളിക്കും. അത് ഈ പരിസരത്തൊക്കെ തന്നെയാണ്. ഞങ്ങളങ്ങനെ വണ്ടി ഒന്ന് റിവേഴ്സ് ചെയ്ത് ഇട്ടു. എല്ലാവർക്കും ഒന്ന് ഇരുന്ന് വർത്താനമൊക്കെ പറയാമെന്ന് കരുതി. ഞാൻ എൻ്റെ ക്യാമറയിലെ സ്റ്റാർ ഗേസ് സെറ്റിംഗ്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ഇതായിരുന്നു ആ കാഴ്ച. അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞ് സമയം പോയത് അറിഞ്ഞതേയില്ല. ഞങ്ങൾ തിരിച്ച് സീ ലൈനിലേക്ക് വെച്ചുപിടിച്ചു. നല്ല ഇരുട്ടുണ്ട്. നൈറ്റ് ഡ്രൈവിന് വരുമ്പോൾ നല്ല ലൈറ്റ് വേണം, ഇല്ലെങ്കിൽ വിവരമറിയും. ഞാൻ പോകുന്ന വഴിക്ക് ചെറിയൊരു ക്രസന്റ് കണ്ടു. അതിലൂടെ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കി. എനിക്കറിയാവുന്ന സ്കില്ലൊക്കെ വെച്ച് ഞാൻ ഓടിച്ചു. വളരെ സിമ്പിളാണ് ഇത് എനിക്ക് ചെയ്യാനെന്ന് എനിക്ക് മനസ്സിലാക്കി. ഇതിന്റെയൊക്കെ ബേസിക് ഞാൻ DRC ക്ലബിൽ നിന്നും പഠിച്ചതാണ്. ചിലടത്തൊരു ഹമ്പുണ്ട്, അതാ പ്രശ്നം. ബിസ്മോൻ അത് വല്ലാണ്ടങ്ങ് ഇഷ്ടപ്പെട്ടു. അവന് ഒരു റൗണ്ടും കൂടെ ഓടിക്കണമെന്ന് എന്നോട് പറഞ്ഞു. വീതി എന്ന് പറയട്ടെ, ബിസ്മോൻ ഒന്ന് നൈസായി വിട്ടു. ഞാൻ എൻ്റെ വണ്ടി തിരിച്ച് ബിസ്മോന്റെ സ്ഥലത്തേക്ക് പോയി. അത് കണ്ട് എൻ്റെ ഹാർട്ട് ബീറ്റ് ഒക്കെ ഒന്ന് കൂടി. പണ്ടത്തെ ഒരു യാത്രയാണ് എൻ്റെ മനസ്സിലൂടെ കടന്നുപോയത്. ഈ ഒരു യാത്രയിലൂടെയാണ് ഞാൻ DRC ക്ലബിലേക്ക് കയറുന്നത്. ഞങ്ങളങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ഗ്യാപ്പിൽ ഒരു മാലാക അവിടെ പറന്നെത്തി. കന്തൂറയിട്ട ഒരു മാലാക. ആ ഗ്യാപ്പിലും ബിസ്മോൻ സ്റ്റോറി ഇടാനായി മറന്നില്ല. ഞങ്ങളങ്ങനെ അവൻ്റെ വണ്ടി റിക്കവർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. വരവേൽപ്പിലെ ഈ സിനിമ സീനാണ് എനിക്ക് ഓർമ്മ വന്നത്. അങ്ങനെ എങ്ങനെയൊക്കെയോ ഞങ്ങൾ ആ വണ്ടി പുറത്തെടുത്തു. കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇതിനും വലിയ ഇൻസിഡന്റ് ഒക്കെ എനിക്ക് പലതവണയായി ഡെസേർട്ട് ഡ്രൈവിൽ നടന്നിട്ടുണ്ട്. ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ നല്ലൊരു ക്ലബിൽ പോയി ജോയിൻ ചെയ്ത് കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്തത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഞാൻ എന്ത് കോപ്പാണ് ഈ പറയുന്നത്. ഞങ്ങൾ കുറെ ഡെസേർട്ട് ഡ്രൈവ് ഒക്കെ പോകാറുള്ളതാണെന്നുള്ളത്. സോ അടുത്ത വ്ളോഗിൽ ഞാൻ അതിനെക്കുറിച്ച് വിശദമായി നിങ്ങളോട് പറയാം. അപ്പൊ ശരി, ഗുഡ് ബൈ.